നമസ്കാരം. ഇന്നത്തെ ദിവസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇന്ന് മീനമാസത്തിലെ അവസാന തിങ്കളാഴ്ചയാണ്. കൂടാതെ ഇന്ന് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന് ഏറ്റവും വിശേഷപ്പെട്ടതായ ദിവസമാണ്. ഇന്ന് വരുദ്ധിനി ഏകാദശിയാണ്. വൈശാഖ മാസത്തിലെ കൃഷ്ണപക്ഷത്തിലാണ് വരുദ്ധിനി ഏകാദശി വരുന്നത്. വരുദ്ധിനി എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സംരക്ഷണം എന്നാണ്, അല്ലെങ്കിൽ കവചം എന്നും അർത്ഥമാക്കാം. ഭക്തരെ എല്ലാവിധ പ്രയാസകരമായ കാര്യങ്ങളിൽ നിന്നും കഷ്ടതകളിൽ നിന്നും സംരക്ഷിക്കുന്ന ഒരു വ്രതമാണ്, ഒരു ഏകാദശിയാണ് ഇത് എന്നാണ് അർത്ഥമാക്കുവാൻ സാധിക്കുന്നത്. ഇന്നേ ദിവസം അതിനാൽ ചില കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഏവർക്കും വീടുകളിൽ തന്നെ ചെയ്യുവാൻ സാധിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഓം നമ ശിവായ എന്നോ ഓം നമോ നാരായണായ എന്നോ കമൻ്റായി രേഖപ്പെടുത്തി ഏവരും വന്ദിക്കൂ. ഇന്നേ ദിവസം സാക്ഷാൽ പരമശിവന് വിശേഷപ്പെട്ട ദിവസമാണ്. കാരണം ഇന്നേ ദിവസം തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച പരമശിവന് വേണ്ടി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു ദിവസം കൂടിയാകുന്നു. അപൂർവ സുദിനമാണ് എന്ന് പറയാം. മഹാദേവനും ശ്രീകൃഷ്ണ ഭഗവാനും ഒരേപോലെ പ്രാധാന്യമുള്ള ഈ ദിവസം അതിരാവിലെ തന്നെ ഉണർന്ന് കുളിച്ച് ശുദ്ധിയോടെ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. രണ്ട് ഭഗവാന്മാരുടെയും അനുഗ്രഹം ഒരേ സമയം ലഭിക്കുവാൻ സാധിക്കുന്ന ഒരു പുണ്യ ദിവസം കൂടിയാണ് ഇന്ന്. അതിനാൽ ഇന്നേ ദിവസം അതിരാവിലെ തന്നെ കുളിച്ച് ശുദ്ധിയോടെ ക്ഷേത്ര ദർശനം നടത്തണം. ഇനി അഥവാ പകൽ സമയത്ത് അഥവാ രാവിലെ സാധിച്ചില്ല എങ്കിൽ രാത്രിയിലാണ് എങ്കിലും അഥവാ സന്ധ്യാസമയത്താണ് എങ്കിലും തീർച്ചയായും നിങ്ങൾ ഇരുദേവതാ ക്ഷേത്രത്തിലും ദർശനം നടത്തണം. ഇന്നേ ദിവസം തീർച്ചയായും നിങ്ങൾ വീടുകളിൽ വിളക്ക് തെളിയിക്കുമ്പോൾ ഭഗവാന് തുളസിമാല ചാർത്തുന്നത്, ശ്രീകൃഷ്ണ ഭഗവാന് തുളസിമാല ചാർത്തുന്നതും മഞ്ഞ പുഷ്പങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും വിശേഷമാണ്. എന്നാൽ ഇന്ന് ഏകാദശി ആയതിനാൽ തന്നെ ഇന്നേ ദിവസം തുളസി നിങ്ങൾ പറിക്കുവാൻ പാടുള്ളതല്ല, സ്പർശിക്കാൻ പാടില്ല എന്നാണ് പറയുക. അതിനാൽ തന്നെ തലേ ദിവസം തുളസി എടുത്ത് വച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അത് മാലയായി കെട്ടി സമർപ്പിക്കാം. അല്ലെങ്കിൽ ഒരു തുളസിയെങ്കിലും ഭഗവാന്റെ കാൽപാദങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും വിശേഷപ്പെട്ട ദിവസമാണ്. വിശേഷപ്പെട്ടതായ ഫലം നൽകും. ഇന്നേ ദിവസം തിങ്കളാഴ്ച ആയതിനാൽ തന്നെ മഹാദേവന് പ്രത്യേകിച്ചും വെളുത്ത പുഷ്പങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദമാണ്. നിങ്ങൾക്ക് ഐശ്വര്യവർദ്ധനവാണ് ഇതിലൂടെ കടന്നു വരിക. അതിനാൽ തീർച്ചയായും ഇന്നേ ദിവസം വെളുത്ത പുഷ്പങ്ങൾ ഭഗവാന് സമർപ്പിച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ഇന്നേ ദിവസം നിങ്ങൾ പ്രധാനമായും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ നെയ്വിളക്ക് തെളിയിക്കേണ്ടത് അനിവാര്യമാണ്. നെയ്വിളക്കും അതോടൊപ്പം പിൻവിളക്കും നടത്തി പ്രാർത്ഥിക്കാം. ഏവർക്കും എളുപ്പത്തിൽ അല്ലെങ്കിൽ ഏവർക്കും സാധ്യമായ ഒരു വഴിപാടായി തന്നെ ഇതിനെ പരാമർശിക്കുവാൻ സാധിക്കും. ഇന്നേ ദിവസം ധാര വഴിപാട് നിങ്ങൾക്ക് നടത്തുവാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അത് മഹാഭാഗ്യമായി തന്നെ പരാമർശിക്കാം. അതിനാൽ തീർച്ചയായും ധാര വഴിപാട് കൂടി ഇന്നേ ദിവസം നടത്തുവാൻ ഏവരും ശ്രദ്ധിക്കണം. ഇന്നേ ദിവസം സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന് അല്ലെങ്കിൽ ഏകാദശി കൂടിയായതിനാൽ ഇന്നേ ദിവസം ഭഗവാന് നടത്തുവാൻ സാധിക്കുന്ന വിശേഷപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ് തൃക്കൈ വെണ്ണ സമർപ്പിക്കുക. ഇന്നേ ദിവസം നിങ്ങൾ ഈ വഴിപാട് നടത്തുകയാണ് എങ്കിൽ അത് ഐശ്വര്യവർദ്ധനവിന് സഹായകരമാണ്. കൂടാതെ ഇന്നേ ദിവസം തുളസിമാല ചാർത്തി പ്രാർത്ഥിക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദമാണ്. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഭഗവാന് തുളസിമാല ചാർത്തുവാൻ നിങ്ങൾ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഒന്നും സാധിക്കില്ല എങ്കിൽ ഒരു നാണയമെങ്കിലും തലയ്ക്കുഴിഞ്ഞ് നടയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ അത് സർവ്വ ഐശ്വര്യങ്ങൾ തന്നെ നൽകും. ഇന്ന് ഏകാദശി കൂടിയായതിനാൽ
ഇന്നേ ദിവസം ചില കാര്യങ്ങൾ പ്രത്യേകമായും അനുഷ്ഠിക്കുന്നത് അല്ലെങ്കിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് ഗുണകരമായി തീരും. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഇന്നേ ദിവസം പ്രത്യേകമായും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിലൊന്ന്, ഇന്നേ ദിവസം പൂർണ്ണമായും സസ്യാഹാരം മാത്രം ശീലിക്കുക എന്നുള്ളതാണ്. ഇന്നേ ദിവസം നിങ്ങൾ തീർച്ചയായും നോൺ വെജ് ആഹാരങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി സസ്യാഹാരം നിങ്ങൾ ഇന്നേ ദിവസം ശീലിക്കുക. ഇന്നേ ദിവസം നിങ്ങൾ ഒരിക്കലും വഴക്കിടാൻ പാടുള്ളതല്ല. തർക്കങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹം നഷ്ടമാകുന്നതിന് പോലും കാരണമായി തീരാം. ഇന്നേ ദിവസം വ്രതം അനുഷ്ഠിച്ചില്ല എങ്കിലും അല്ലെങ്കിൽ അതിന് സാധിച്ചില്ല എങ്കിലും നോൺ വെജ് ആഹാരങ്ങൾ ഇന്നേ ദിവസം പൂർണ്ണമായും ഒഴിവാക്കി ഭഗവത് നാമങ്ങൾ ജപിക്കുകയും തീർച്ചയായും അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ചെയ്യുക. ഏകാദശി ദിവസമായതിനാൽ തന്നെ അരി, ഉഴുന്ന് എന്നിവ അഥവാ ഇതുകൊണ്ടുള്ള ഭക്ഷണങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ട ഒരു ദിവസമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണം. അതേപോലെ ഉള്ളി, സവാള എന്നിവയും ഇന്നേ ദിവസം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പാടില്ല, അല്ലെങ്കിൽ അവ ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇന്നേ ദിവസം പ്രത്യേകിച്ചും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ ശിവക്ഷേത്രത്തിലോ ദർശനം നടത്തുമ്പോൾ കുടുംബത്തോടൊപ്പം ദർശനം നടത്തുന്നത് സർവ്വ ഐശ്വര്യപ്രദമാണ്. ഇന്നേ ദിവസം ഉച്ചയുറക്കം തുടങ്ങിയ കാര്യങ്ങൾ അത് ഒഴിവാക്കുന്നതാണ് ഉത്തമം. നിങ്ങൾ വ്രതം അനുഷ്ഠിക്കാത്തവരാണ് എങ്കിലും ഇന്നേ ദിവസം ഈ ഒരു കാര്യം ഒഴിവാക്കുന്നത് ഉത്തമമാണ്. പകൽ സമയത്ത് ഉറങ്ങാൻ പാടില്ല എന്ന കാര്യം ഓർക്കുക. പ്രത്യേകിച്ചും ഉച്ചയുറക്കം ഒഴിവാക്കേണ്ടതാണ്. ഇനി അഥവാ നിങ്ങളുടെ ജോലി സാഹചര്യങ്ങൾ, ജീവിത സാഹചര്യം അപ്രകാരമാണ്, പകലാണ് ഉറങ്ങുവാൻ സാധിക്കുന്നത് എങ്കിൽ ആകാം. അതല്ല എങ്കിൽ പൂർണ്ണമായും നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. വ്രതം അവസാനിപ്പിക്കുന്നത് ദ്വാദശിയിലാണ്. പിറ്റേ ദിവസം, അതായത് നാളെ രാവിലെ ക്ഷേത്ര ദർശനം നടത്തി തീർത്ഥം സേവിച്ച് നിങ്ങൾക്ക് ഏകാദശി വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. പാരണ വീടുന്നതാണ്, അല്ലെങ്കിൽ ഇന്നേ ദിവസം പാരണ വീടാവുന്നതാണ്. ഇനി അഥവാ ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കില്ല എങ്കിൽ ശുദ്ധമായ ജലത്തിൽ അരിയും തുളസിയും ഇട്ട് നിങ്ങൾക്ക് ആ ജലം സേവിച്ചുകൊണ്ട് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. ഇതിലേറ്റവും ഉത്തമം അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തി വ്രതം അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. കൂടാതെ ഇന്നേ ദിവസം നിങ്ങൾക്ക് സാധിക്കുന്ന അത്രയും തവണ ഭഗവാന്റെ മന്ത്രങ്ങൾ, ഭഗവത് മന്ത്രങ്ങൾ ജപിക്കുക. 108 രൂപ ജപിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. സാധിക്കുന്നില്ല എങ്കിൽ 21 തവണയെങ്കിലും ജപിക്കുക. ഇനി അഥവാ രാത്രിയിലാണ് ഈ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നത് എങ്കിൽ രാത്രിയിലാണ് എങ്കിലും നിങ്ങൾ ഇന്നേ ദിവസം ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മന്ത്രങ്ങൾ ജപിക്കുക. ശരീരശുദ്ധിയും മനഃശുദ്ധിയുമാണ് ഈ സമയം നിങ്ങൾക്ക് അനിവാര്യമായിട്ടുള്ളത്. അതിനാൽ തീർച്ചയായും ആ ഒരു കാര്യത്തിന് പ്രാധാന്യം നൽകണം. ഇന്നേ ദിവസം ഭഗവാന്റെ വിശേഷപ്പെട്ടതായ നാമങ്ങൾ ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം ക്ലീം കൃഷ്ണായ നമ എന്നീ മന്ത്രങ്ങൾ നിങ്ങൾക്ക് 108 രൂപ ജപിക്കാവുന്നതാണ്. സാധിക്കുന്നില്ല എങ്കിൽ 21 തവണയെങ്കിലും ജപിക്കണം. ഇന്നേ ദിവസം ശ്രീകൃഷ്ണ മന്ത്രങ്ങൾ കഴിയുന്നത്ര തവണ ജപിക്കുന്നത് നിങ്ങൾക്ക് ഐശ്വര്യവർദ്ധനവിന് അത് ഉത്തമമായി തീരും. കൂടാതെ ഇന്നേ ദിവസം പരമശിവന് വിശേഷപ്പെട്ട ദിവസമായതിനാൽ തന്നെ ഓം നമഃശിവായ എന്ന മന്ത്രവും ഓം ഹ്രീം നമഃശിവായ എന്ന മന്ത്രവും ജപിക്കാം. മറ്റ് ശിവമന്ത്രങ്ങൾ ജപിക്കുന്നതും ശുഭകരമാണ്. എന്നാൽ ഓം നമഃശിവായ എന്ന മന്ത്രം ഇന്നേ ദിവസം നിങ്ങൾ കഴിയുന്നത്ര തവണ ജപിക്കുന്നത് അത് ഏറ്റവും വിശേഷമാണ്. പോസിറ്റീവായ ഊർജം വർദ്ധിക്കും. പരമശിവന്റെ അനുഗ്രഹം നിങ്ങളിൽ എളുപ്പം കടന്നു വരുന്നതിന് ഉത്തമം കൂടിയാണ്. തീർച്ചയായും ഈ കാര്യങ്ങൾ ഇന്നേ ദിവസം പ്രവർത്തിക്കുക. പൂർണ്ണമായും വഴക്ക്, നെഗറ്റീവായ ചിന്തകൾ എന്നിവ ഒഴിവാക്കി ശരിയായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ ഏവരും ശ്രമിക്കണം.